ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ പ്രധാനമായും ജാതി സംബന്ധമായ കാര്യങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യക്ഷത്തിൽ ഭിന്നമായ രണ്ടറ്റങ്ങളിൽ നിൽക്കുന്ന ധാരകൾ വ്യത്യസ്ത രീതിയിൽ ബ്രാഹ്മണ്യത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട്, അതിനെ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിലൊന്ന് അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് ശർമ്മയുടെ ട്വീറ്റാണ്. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിലെ 44-ാം ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് വൈശ്യരുടെയും ശൂദ്രരുടെയും കടമ പശുപാലനവും അതുപോലെ തന്നെ മറ്റുള്ള ജാതികളുടെ വർണ്ണങ്ങളെ സേവനവുമാണ് എന്ന് എഴുതി പിടിപ്പിക്കുകയുണ്ടായി. അത് വലിയ ഒച്ചപ്പാടും ബഹളമായി കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങനെയല്ല, അത് ചെയ്ത വ്യക്തി അബദ്ധത്തിൽ തെറ്റായി അത് വിവർത്തനം ചെയ്തുകൊണ്ട് വന്നതാണ്, അങ്ങനെ യാതൊരു ധാരണയും തനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ ശർമ്മ ശ്രമിച്ചെങ്കിലും വസ്തുത നേരെ മറിച്ചാണ്. കാരണം ഗീതയുടെ 18-ാം അധ്യായത്തിൽ 44-ാം ശ്ലോകം കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. യാതൊരു മറയുമില്ലാതെ ആ രീതിയിൽ തന്നെ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് വൈശ്യരുടെ ധർമ്മം എന്ന് പറയുന്നത് പശുപാലനവും അതുപോലെ കച്ചവടവും പിന്നെ കൃഷിയുമാണെന്നും, മറിച്ച് ശൂദ്രരുടെ സേവനമാണ്. ഇത് പ്രകൃതിദത്തമായ അവരുടെ സവിശേഷ ഗുണങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നൊരു കാര്യമാണെന്ന് എടുത്ത് പറയുന്നുമുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഗീത രചിച്ചവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം വർണ്ണാശ്രമധർമ്മത്തിൻ്റെ വർണ്ണവ്യവസ്ഥയുടെ വക്താക്കളായിരുന്നു അവർ. പക്ഷെ ഇന്നത്തെ കാലത്ത്, ആധുനിക കാലത്ത് ഗീതയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ അതങ്ങനെ പറയാൻ ഇച്ചിരി പാടുള്ള കാര്യമാണ്. കാരണം വ്യാപകമായി ഉയർന്നു വന്നിരിക്കുന്ന അതിശക്തമായിട്ടുള്ള കീഴാള പ്രസ്ഥാനങ്ങളുടെ, മർദ്ദിത ജാതികളുടെ പ്രസ്ഥാനങ്ങൾ, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം തന്നെ മറ്റൊരു അവബോധം സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മാത്രമല്ല, ഭൗതികമായിട്ടും ഈ പറയുന്ന വിഭാഗങ്ങളുടെയൊക്കെ ജീവിത നിലയിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പഴയ പോലെ അന്ന് ഗീതാകാരൻ പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെയാണ് അവരുടെ കടമ, വേറൊന്നും അവർ ചിന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഹേമന്ത് ശർമ്മയ്ക്ക് ഉടനെ ക്ഷമാപണം നടത്തി തെറ്റ് തിരുത്തേണ്ടി വരുന്നത്. ഇതേ കാര്യം തന്നെയാണ് മുമ്പ് ടിളക്ക് ഗീതാരഹസ്യം എന്നൊരു കൃതി രചിക്കുമ്പോഴും ചെയ്യാൻ ശ്രമിച്ചത്. വർണ്ണാശ്രമധർമ്മമാണ് ഗീതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള നൈതികതയുടെ കാമ്പ് എന്നത് വ്യക്തമായിരിക്കെ, അത് അന്ന് എഴുതിയത് കൊണ്ട് അങ്ങനെ പറഞ്ഞു, ഒരു വർണ്ണാശ്രമധർമ്മം നിലനിൽക്കുന്നൊരു സമൂഹത്തിൽ രചിച്ചത് കൊണ്ട് അങ്ങനെ പറഞ്ഞു. അതല്ലാതെ അതിനുവേണ്ടി വാദിക്കുകയല്ല ഗീത ചെയ്തത്. നേരെ മറിച്ച് എന്താണോ കർത്തവ്യം അത് നിർവഹിക്കണം, ഇത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് ടിളക്ക് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. ആ വ്യാഖ്യാനത്തിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് ആരാണ് ഈ കർത്തവ്യം തീരുമാനിക്കുന്നത്, ഇതൊരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പാടില്ലേ എന്നുൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം നാരായണ ഗുരു കൃത്യമായിട്ടും ജാതിയെക്കുറിച്ചുള്ള ഉന്നയിച്ചൊരു പ്രധാന വിമർശനം അതായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ഗുണവും ചെയ്യുന്നില്ല. കാരണം വ്യക്തികൾക്ക് പല ഗുണങ്ങളും ഉണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ തിട്ടപ്പെടുത്തുക, ഇന്നതേ പാടുള്ളൂ എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? അപ്പോൾ ഇതേ വിഷയം തന്നെയാണ് ആധുനിക കാലത്തും വളരെ പുതുമകളോടുകൂടി പുതിയ തലമുറയെയും മറ്റൊക്കെ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തുന്ന ഗീതാ വ്യാഖ്യാനങ്ങളും കാണാൻ കഴിയുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ദേവദത്ത് പട്നായിക്. സവർണ യുവജനങ്ങൾക്കിടയിലൊക്കെ തന്നെ ഏറെ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന അത്തരം ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർക്കിടയിലൊക്കെ തന്നെ വളരെ സ്വീകാര്യനായൊരു വ്യക്തിയാണ് ദേവദത്ത് പട്നായിക്. പട്നായിക്കിൻ്റെ ഗീതാ വ്യാഖ്യാനത്തിലും ഗീതയിലില്ലാത്തത് പലതും പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ജാതിയെ സംബന്ധിച്ച് പറയുന്നത് വർണ്ണം എന്നുള്ളത്
ഒരിക്കലും അതൊരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നില്ല, മറിച്ച് വ്യക്തികളുടെ ഗുണങ്ങൾ, സ്വഭാവ സവിശേഷങ്ങൾ എടുത്തു പറയാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചൊരു തരംതിരിവാണത്. ചില ആൾക്കാർക്ക് വളരെ ശാന്തരാണ്, ഏറെ ദൈവിക വിചാരമുള്ളവരാണ്, അത്തരം ഗുണങ്ങൾക്ക് ബ്രാഹ്മണ്യ ഗുണമെന്നും, അല്ല പോരാടാനായിട്ടുള്ള ശേഷിയും ആ ധീരതയൊക്കെ കാണിക്കുന്ന ആൾക്ക് ക്ഷാത്രഗുണം എന്നൊക്കെ, അങ്ങനെ ഓരോരോ ഗുണങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ശൂദ്രൻ എന്ന് പറയുന്ന വർഗത്തിൻ്റെ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ ഈ സേവന ഗുണമെന്ന് പറയുന്നത് എന്താണത്? സേവന ഗുണത്തിൽ മറ്റൊന്നും പാടില്ല എന്നുള്ളതുണ്ടോ? അപ്പോൾ സേവനത്തെ എങ്ങനെയാണ് ഈ പറയുന്നത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഗുണമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ, സേവനമെന്ന് പറയുന്നതിനെക്കുറിച്ച്, വാസ്തവത്തിൽ സേവനമല്ല അധ്വാനമാണ്, ആ അധ്വാനം എന്ന് പറയുന്നതിനെക്കുറിച്ച് തന്നെയുള്ള ഒരു വരേണ്യ വീക്ഷണമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം ഇതാണ്. ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഗീത അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ യാതൊരു തരത്തിലും മാനുഷികമായ ഒരു നൈതികത ഇല്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. തീർത്തും ബ്രാഹ്മണ്യവാദപരമായിട്ടുള്ള ഒരു നൈതികതയാണ് അതിൻ്റെ മുഴുവൻ സ്വഭാവവും അതിൻ്റെ ഓരോ ശ്ലോകങ്ങളും അത് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിലും അത് ഒരു ചിന്തിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് സ്വീകാര്യമായൊരു കാര്യമല്ല. ഇത് ഹേമന്ത് ശർമ്മയുടെ ഒരു കാര്യം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസാമിലെ മുഖ്യമന്ത്രിയാണ് അയാൾ. മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീടാണ് BJP ചേർന്നത്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു മടിയും കൂടാതെ ഇങ്ങനെ പറയുന്നൊരവസ്ഥ, പിന്നീട് തിരുത്തി ശരി തന്നെ, പക്ഷേ ഒരു മടിയും കൂടാതെ ഇങ്ങനെ പറയുന്നൊരവസ്ഥ, അത് പറയാവുന്നൊരു കാര്യമാണ്. ഗീതയെ പറഞ്ഞിട്ടുണ്ടോ പിന്നെന്താ എന്നുള്ള മട്ടിൽ ആ വിഷയത്തെ സമീപിക്കുന്നത് എന്താണ് കാണിക്കുന്നത്? അതെൻ്റെ അഭിപ്രായത്തിൽ കാലത്തിൽ വന്നിരിക്കുന്ന, സാഹചര്യങ്ങളിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റത്തെയാണ് എടുത്ത് കാണിക്കുന്നത്. ബ്രാഹ്മണ്യം എക്കാലത്തോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹേമന്ത് ശർമ്മമാർക്ക് കോൺഗ്രസ്സിൽ നിന്ന് വളരെ എളുപ്പത്തിൽ BJPയിലേക്ക് മാറാൻ കഴിയുന്നത്. പക്ഷെ മുമ്പ് ഗാന്ധി നെഹ്റു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഒരു പരോക്ഷമായൊരു ബ്രാഹ്മണ്യമായിരുന്നത്. കുറച്ചൊന്ന് മയപ്പെടുത്തിയിട്ടാണ് അത് അവതരിപ്പിച്ചിരുന്നത്. കാരണം അതിശക്തമായ എതിർപ്പുകൾ അടിയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ആ എതിർപ്പുകളെയൊക്കെ ഒതുക്കിക്കൊണ്ട് ഇവരെയൊക്കെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് വേണ്ടിയിരുന്നു പുതിയ ദല്ലാൾ വർഗങ്ങൾക്ക് അധികാരത്തിൻ്റെ ഇതിലേക്ക് കടന്നു വരാനായിട്ട്, അവരുടെ ഒരു അധികാരത്തിൻ്റെ നീതീകരണം വാർത്തെടുക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു മിതപ്പെട്ട പരോക്ഷമായൊരു ബ്രാഹ്മണ്യമായിരുന്നു അന്ന് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഒരു 70 80 ആകുമ്പോഴത്തേക്കും ഇത് ഭരണവർഗങ്ങൾക്ക് പോരാ എന്നൊരവസ്ഥ വരുന്നുണ്ടായിരുന്നു. അവരുടെ ഭരണകൂടത്തിൻ്റെ അധിനായകത്വത്തിൻ്റെ നീതീകരണമായി, അതിൻ്റെ ആശയശാസ്ത്ര അകക്കാമ്പായി ഇത്തരത്തിലൊരു ബ്രാഹ്മണ്യം പോരാ എന്നുള്ളത് കൊണ്ട് തന്നെ അക്രമാസക്തമായ അല്ലെങ്കിൽ പ്രകടമായ ബ്രാഹ്മണ്യം, യാതൊരു മടിയും കൂടാതെ അതിൻ്റെ ആശയങ്ങൾ തുറന്നു പറയുന്നു, അതിൽ തെറ്റൊന്നുമില്ല, അത് ശരി തന്നെയാണ്, അത് ആവശ്യമാണ്, ഇപ്പോഴും അത് പ്രസക്തമാണ് എന്നൊക്കെ രീതിയിൽ വാദിക്കുന്നൊരു ബ്രാഹ്മണ്യം അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടായി. അത് കോൺഗ്രസ് ആയാലും കൊള്ളാം, BJP ആയാലും കൊള്ളാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ഏറ്റുപിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ RSS സംഘപരിവാർ വിഭാഗങ്ങളെ സംബന്ധിച്ച് അക്രമാസക്തമായ രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് കോൺഗ്രസിനെ പോലെയുള്ള കക്ഷികളിൽ, അതുപോലെ തന്നെ CPM CPI ഉൾപ്പെടെയുള്ള തിരുത്തൽവാദ പാർട്ടികളായാലും കൊള്ളാം, അങ്ങനെ അക്രമാസക്തമായൊരു ബ്രാഹ്മണ്യത്തിന് അവർ നിൽക്കുന്നില്ല. അത് ഗുണമല്ല എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത് ഇപ്പോഴും. മറിച്ച് കുറച്ചൊരു മയപ്പെട്ടതാണെങ്കിലും പക്ഷെ പ്രകടമായ ബ്രാഹ്മണ്യം, അതിൽ യാതൊരു തർക്കവുമില്ല. അതങ്ങനെ തന്നെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല, ആവശ്യമാണ് എന്ന് അവരും കരുതുന്നുണ്ട്. അവരുടെ പല നിലപാടുകളും കാര്യങ്ങളൊക്കെ നോക്കി, സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ നിലപാട് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരറ്റത്താണെങ്കിൽ മറ്റേ അറ്റത്ത് ആണ് എന്ന് അവകാശപ്പെടുന്ന CPMൻ്റെ കാര്യം നോക്കാം. ഇക്കഴിഞ്ഞ ജനുവരി 2-ാം തീയതി ദേശാഭിമാനി പത്രത്തിൻ്റെ മുഖ്യ ലേഖനമായിട്ട് ഒരു പ്രൊഫസർ V കാർത്തികേയൻ നായർ എഴുതിയിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമാണത്. അതോടൊപ്പം തന്നെ ആനന്ദതീർത്ഥൻ്റെ ജന്മദിനവും കൂടിയാണ്. സ്വാമി ആനന്ദതീർത്ഥൻ നാരായണ ഗുരുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. കേരളത്തിലും അതുപോലെ തന്നെ
കർണാടകത്തിൻ്റെ തെക്കൻ കന്നഡ ജില്ലയിലും മംഗലാപുരം, ഉടുപ്പി അത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ ജാതിവിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. വ്യക്തിപരമായി തന്നെ അതിൽ പങ്കാളിയാവുകയും അതിനുവേണ്ടി പല ഘട്ടങ്ങളിൽ ആക്രമണം നേടുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗുരുവായൂർ ബ്രാഹ്മണർക്ക് മാത്രമായിട്ടൊരു ഊണുണ്ട്. അതിൻ്റെ ആ ജാതീയതയെ ലംഘിക്കാനും ചോദ്യം ചെയ്യാനുമായി ആനന്ദതീർത്ഥൻ, സ്വയം ബ്രാഹ്മണനായിട്ടുള്ള ആനന്ദതീർത്ഥൻ പൂണൂലൊന്നും ധരിക്കാതെ അവിടെ പോയി ഇരിക്കുകയും അത് ഒരു പ്രകോപനമായി ഒരു ഇഷ്യൂ ആക്കി മാറ്റാൻ തന്നെ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് മർദ്ദനം അനുഭവിക്കുന്നുണ്ട്. അത് തുറന്നു കാട്ടാവുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാത്രമല്ല, മിശ്രഭോജനം, അതുപോലെ പന്തിഭോജനം, പിന്നെ ഈ മിശ്രവിവാഹം, ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയ്ക്കും അദ്ദേഹം രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആനന്ദതീർത്ഥൻ്റെ ഒരു പാരമ്പര്യം. ജാതിക്ക് എതിരെ നിന്ന ജാതി വിരുദ്ധതയുടെ നിലപാടോടുകൂടി ജാതി നശീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തി. അപ്പോൾ ആ വ്യക്തിയെ മന്നത്ത് പത്മനാഭനെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുള്ളൊരു ലേഖനമാണ്. ആ ലേഖനത്തിൽ പറയുന്നത്, അത് തുടങ്ങുന്നത് തന്നെ രണ്ടുപേരുടെയും ലക്ഷ്യത്തിനും പ്രവർത്തനത്തിനും അന്തരമില്ല എന്നുള്ളതാണ്. അത് ശരിയാണ്. മന്നത്ത് പത്മനാഭൻ ജാതി നശീകരണത്തിന് വേണ്ടി നിലകൊണ്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണോ? അല്ല. പലതായി തിരിഞ്ഞു നിന്നിരുന്ന ഒരു വിഭാഗത്തെ നായരെന്ന് പറയുന്ന ഒരു ജാതിയായിട്ട് ഏകീകരിക്കുന്നതിൽ, ഒരു നായർ എന്ന് പറയുന്നത് ജാതി സമുദായത്തിൻ്റെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ഇങ്ങനെയുള്ളൊരു സംഭവം രൂപം കൊടുക്കണമെങ്കിൽ നിലനിന്നിരുന്ന ജാതീയമായിട്ടുള്ള പലതരത്തിലുള്ള ആചാരങ്ങളെയും ധാരണകളെയും ലംഘിക്കുക തന്നെ വേണം. കാരണം അതല്ല എങ്കിൽ ഈ പറയുന്ന നായന്മാരെന്ന് പറയുന്ന വിഭാഗങ്ങൾക്കിടയിൽ നിന്നിരുന്ന പല തരംതിരിവുകൾ, അവർ തമ്മിലുള്ള ഇടപഴകൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം മന്നത്ത് പത്മനാഭനും ജാതിയെ എതിർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം നടന്നു കഴിഞ്ഞപ്പോൾ അത് പോയി ഒടുവിൽ വലിയ തോതിൽ ഈഴവരെ പോലുള്ള വിഭാഗങ്ങൾ ഹിന്ദുമതം വിട്ട് ക്രിസ്തുമതത്തിലേക്ക് മാറും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിലേക്ക് മാറും എന്നൊരു സാഹചര്യം ഉയർന്നു വന്നപ്പോൾ അതിനെ വേറൊരു വഴിക്ക് തിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട സവർണ ജാഥയ്ക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു, അതിൽ സംശയമില്ല. സവർണരായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന വൈക്കത്തുള്ള വിലക്കുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ നിന്ന് തിരുവനന്തപുരം വരെയും ജാഥയായിട്ട് കാൽനടയായിട്ട് വരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു രാഷ്ട്രീയ സംഭവം തന്നെയായിരുന്നു, സംശയമില്ലാത്ത കാര്യം. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? അതെവിടം വരെയാണ് അത് ജാതി വിരുദ്ധത പ്രകടിപ്പിച്ചത്? അയിത്തോച്ചാടനം വരെ. വളരെ കർക്കശമായ അയിത്തവും തീണ്ടലൊക്കെ നിലനിന്നിരുന്നൊരു സമൂഹമാണല്ലോ കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ട്, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഉള്ള പ്രവൃത്തികളിലും അന്നത്ത് വ്യക്തിപരമായിട്ട് പങ്കെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ സംരംഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പുരോഗമനപരമായ കാര്യം തന്നെയാണ് അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ആ പുരോഗമനത്തിൻ്റെ, ആ ജനാധിപത്യത്തിൻ്റെ പരിമിതി എന്താണ്? അതൊരിക്കലും ജാതി നശീകരണത്തിലേക്ക് കടക്കുന്നില്ല. ജാതി നശിപ്പിക്കുക എന്നത് വെച്ചിട്ട് മുൻനിർത്തിക്കൊണ്ടുള്ളതല്ല, ഒരു മാറ്റമല്ല ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രവൃത്തി മന്നത്ത് പത്മനാഭൻ സംഘടിപ്പിച്ച NSSO ഒരിക്കലും ചെയ്തിട്ടുമില്ല. ജാതി നശിപ്പിക്കുക എന്നുള്ള നിലയ്ക്കുള്ളൊരു നീക്കം, ഒരു പ്രവർത്തനം. അപ്പോൾ അത്തരം ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്ന മന്നത്ത് പത്മനാഭനെയും ജാതി നശീകരണത്തിന് വേണ്ടി നിലകൊള്ളുകയും വ്യക്തിപരമായിട്ട് തന്നെ ആ സമരങ്ങളിൽ പങ്കാളിയാവുകയും അതിൻ്റേതായിട്ടുള്ള മർദ്ദനങ്ങളും ത്യാഗവും ഒക്കെ തന്നെ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആനന്ദതീർത്ഥനെയും ഒരേ തട്ടിൽ തൂക്കുക, ഈ രണ്ടുപേരുടെയും ലക്ഷ്യത്തിനും പ്രവർത്തനത്തിനും അന്തരമില്ല എന്ന് പറയുക, അതെന്താണ് അർത്ഥമാക്കുന്നത്? വ്യക്തമായിട്ടും ബ്രാഹ്മണ്യത്തിൻ്റെ തന്നെ ഒരു പ്രയോഗമാണ്, ഒരു സ്വാംശീകരണ പ്രയോഗമാണ്. അതും ഇതൊക്കെ ഒന്ന് തന്നെ എന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ട് ഫലത്തിലപ്പോൾ എന്താണ് ചെയ്യുന്നത്? ജാതി നശീകരണം എന്നുള്ള നിലപാടിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മൂർച്ചയേറിയ നിലപാടുകൾ ദുർബലപ്പെടുത്തുക, ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ നിർവഹിക്കുന്ന കാര്യം. പ്രത്യക്ഷത്തിൽ അത് വളരെ പുരോഗമനപരമായിട്ട് തോന്നിക്കുന്നു, സത്തയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഇതാണ്. അത് ചെയ്യുന്നത് ആരാണ്?
രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ രീതിയിൽ സംഘപരിവാറിൻ്റെ നിലപാടുകളെ മറ്റൊക്കെ എതിർക്കുന്നു, പുരോഗമന നിലപാടുകളിന് വേണ്ടി നിലകൊള്ളുന്നു, ജനാധിപത്യപരമായ നിലപാടുകൾ നിലകൊള്ളുന്നു എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള, കേരളത്തിലെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിലെ മുഖ്യലേഖനത്തിൽ എന്നുവെച്ചാൽ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണിത് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. ആ ലേഖനത്തിൽ പറയുന്ന വേറെ ചില കാര്യങ്ങൾ നോക്കുക. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ കേരളത്തിൽ ഉദയം ചെയ്ത മധ്യവർഗ ബുദ്ധിജീവികളാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിനും കൊളോണിയൽ വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിനും ജന്മിവിരുദ്ധ കർഷക സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തത്. ശരിയാണോ? മധ്യവർഗ ബുദ്ധിജീവികൾ തീർച്ചയായിട്ടും പങ്കെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം ലഭിച്ച മധ്യവർഗ ബുദ്ധിജീവികൾ വലിയ തോതിൽ ഇതിൽ ആകൃഷ്ടരായിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അവർ മാത്രമാണോ, അല്ലെങ്കിൽ അവർ ആണോ മുൻപന്തിയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നത്? അപ്പം അങ്ങനെയാണെങ്കിൽ അയ്യങ്കാളി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കറുപ്പൻ, KP വള്ളൂൻ, പാമ്പാടി ജോൺസഫ്, അങ്ങനെ നിരവധി ആൾക്കാർ. അവരൊക്കെ എവിടെയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്? ആരാ ഈ പറയുന്ന വിദ്യാഭ്യാസം സിദ്ധിച്ച മധ്യവർഗ ബുദ്ധിജീവികളാണോ? അതാണോ അവരുടെ പശ്ചാത്തലം? അപ്പോൾ ഇത് അറിയാത്ത ഒരാളായിരിക്കോ ഈ ലേഖനം എഴുതിയിരിക്കുന്ന പ്രൊഫസർ V കാർത്തികേയൻ നായർ? സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ടും നമ്മളുടെ ഇവിടെ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെ, ജാതിവിരുദ്ധ സമരങ്ങളെ, ബ്രാഹ്മണ്യവിരുദ്ധ പോരാട്ടങ്ങളെ ഒരു നിശ്ചിത ദിശയിൽ വ്യാഖ്യാനിച്ച് അതിൻ്റെ അന്തസത്ത ചോർത്തിക്കളയുന്ന ഒരു പണിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ മന്നത്തിനെയും ആനന്ദ തീർത്ഥനെ ഒരേ തട്ടിൽ തൂക്കുന്ന അതിൻ്റെ ഒരു അന്തസത്ത തന്നെയാണ് ഈ പറയുന്ന വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ തരത്തിൽ ഇതിൻ്റെ വിഷയം നമ്മൾ നോക്കുമ്പോഴാണ് ഇതിനു മുമ്പ് ഞാൻ പല ആവർത്തി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ സവർണ ജനാധിപത്യധാരയും അവർണ ജനാധിപത്യധാരയും വേർതിരിക്കുന്നതിൻ്റെ പ്രാധാന്യം എടുത്തു നിൽക്കുന്നത്. കാരണം പ്രത്യക്ഷത്തിൽ മന്നത്തിൻ്റെ പ്രവൃത്തിയിലും പുരോഗമനപരമായ അംശങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു ബഹുജന ജാഥ, ഇത്തരം നീണ്ടു നിൽക്കുന്നൊരു ബഹുജന ജാഥ തന്നെ ആ ഒരു വലിയൊരു സംഭവം തന്നെയായിരിക്കും തീർച്ചയായിട്ടും. അത് പല പുതിയ പ്രേരണകളും സമൂഹത്തിന് നൽകിയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ പരിമിതി എന്താണ്, അതിൻ്റെ അന്തസത്ത എന്താണെന്ന് നോക്കാതെ അതും ജനാധിപത്യം, ഇതും ജനാധിപത്യം, എല്ലാം ജനാധിപത്യം എന്ന് പറഞ്ഞു പോകുന്ന ആ സമീപനം വാസ്തവത്തിൽ നമ്മളുടെ ചരിത്രപരമായ പരിവർത്തന പ്രക്രിയയുടെ യഥാർത്ഥ ചലനാത്മകത, യഥാർത്ഥ ചലന നിയമങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായിക്കുകയല്ല ചെയ്യുക, തടയുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തിരുത്തൽവാദത്തിൻ്റെ ഒരു സവിശേഷതയാണ്. തിരുത്തൽവാദം എന്ന് പറയുന്നത് മാർക്സിസത്തിൻ്റെ അകത്തുള്ള കടന്നുകൂടി മാർക്സിസത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂഷ ആശയശാസ്ത്രമാണ്. പക്ഷെ അത് സംസാരിക്കുന്ന മാർക്സിസത്തിൻ്റെ ഭാഷയിലാണ്. അതിൻ്റെ മുഖം എപ്പോഴും മാർക്സിസ്റ്റാണ്. ചെങ്കൊടിയാണ് അതെപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്. പണ്ട് ചൈനീസ് സഖാക്കളൊക്കെ പറയാറുള്ളത് പോലെ ചെങ്കൊടിയെ വീശി ചെങ്കൊടിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സ്വഭാവം. അപ്പോൾ ആ രീതിയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുക. ഒരു വശത്ത് പ്രത്യക്ഷത്തിൽ ജാതിവിരുദ്ധ നിലപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സമീപനം കാണിക്കുക, ബ്രാഹ്മണ്യവാദത്തിന് വിരുദ്ധമാണ് ഞങ്ങൾ എന്നുള്ളൊരു മട്ട് കാണിക്കുക, സംഘപരിവാറിനെ എതിർക്കുന്നതായിട്ട് അവകാശപ്പെടുക. മറുവശത്ത് ബ്രാഹ്മണ്യത്തെ തന്നെ വേറൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുക. അപ്പോൾ ഈ തിരുത്തൽവാദമായിട്ടുള്ള ബന്ധമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈയിടെ ജാതിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു പ്രധാന പ്രശ്നം ബീഹാറിലെ ജാതി സെൻസസ്സാണ്. ബീഹാറിലെ ജാതി സെൻസസ് ഒരു വലിയ സംഭവമായിരുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷം ആണ്, ദശകങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ജാതി സെൻസസ് നടക്കുന്നത്. ഈ ആവശ്യം പലരും പലപ്പോഴായിട്ട് ഉന്നയിച്ചതാണെങ്കിലും ആദ്യമായിട്ട് നടന്നത് ഇപ്പോഴാണ്. ആ സെൻസസിൻ്റെ കണക്കുകൾ വന്നതോടുകൂടി ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നത്. അതായത് ഏറെക്കുറെ ഇതിനു മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ധാരണയുള്ള ആൾക്കാർ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണത്. പക്ഷേ ഇപ്പോൾ അത് വസ്തുതാപരമായിട്ട് കണക്കുകളായിട്ട് തെളിഞ്ഞു വന്നിരിക്കുന്ന കാര്യമാണ്. എന്താണത്? സവർണരെന്ന് പറയുന്നത് ബീഹാർ സമൂഹത്തിൽ വെറും 15% മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ 15.52. പിന്നാക്ക ജാതിക്കാരാണ് ബഹുഭൂരിപക്ഷം. അതിൽ പിന്നാക്ക ജാതിക്കാരുണ്ട്, സംവരണത്തിൻ്റെ മാനദണ്ഡം വച്ചിട്ട് അങ്ങേയറ്റം പിന്നാക്കമായിട്ട് വിഭാഗം എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന വിഭാഗമുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് 63.13%. SC 19.50, ST
1.68 എന്ന് പറയുമ്പോൾ 20% മേലെ. അപ്പോൾ ചുരുക്കത്തിൽ ഈ SC/ST-കളും അതുപോലെ തന്നെ പിന്നാക്ക ജാതികളിൽ ഏറ്റവും പിന്നോക്ക ജാതിക്കാരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് ഏതാണ്ട് 83-84% വരും. അപ്പോൾ സമൂഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് ഇവരാണ്, ഈ ജാതികളിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിലും മതപരമായിട്ട് വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഇതിൽ മുസ്ലിം വിഭാഗത്തിലും വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ പ്രകടമായിട്ട് തന്നെ ജാതി ഉണ്ട്. അതുപോലെ തന്നെ മതപരിവർത്തനം നടന്നിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ട്, ദളിതർ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വേർതിരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഇത് ഈ കണക്കിൽ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യം. ഏറെക്കുറെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മിക്കവാറും ഇതിന് സമാനമായിട്ടുള്ള ഒരു ചിത്രമാണ് കാണാൻ കഴിയുക. അതിൽ പിന്നാക്ക ജാതിക്കാരാണോ കൂടുതൽ, ദളിതരാണോ കൂടുതൽ, അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് പഞ്ചാബിൽ ദളിതർ 25% മേലെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റക്കുറവുകളിലാണ്. പക്ഷേ പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും സവർണർ തീർത്തും ചെറിയ തുച്ഛമായ ന്യൂനപക്ഷമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഈ സെൻസസ് വീണ്ടും ഉറപ്പിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം 50% മാത്രമേ സംവരണം പാടുള്ളൂ എന്നും പറഞ്ഞ് കടുംപിടുത്തം പിടിച്ചിരുന്നവർ സവർണരിൽ തന്നെ ദരിദ്ര വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10% കൂട്ടാൻ തയ്യാറായി. അങ്ങനെ ഇപ്പോൾ നിലവിൽ സംവരണം 60%ആണ്. 50%-ൻ്റെ കണക്കൊക്കെ തെറ്റി. പക്ഷേ ഫലത്തിൽ 50 സവർണർക്കും 50 ബാക്കി എല്ലാവർക്കും എന്നുള്ളതാണ്. അതായത് 15% വരുന്ന ബീഹാറിൻ്റെ കണക്ക് ഇന്ത്യയുടെ കണക്കിനായിട്ട് കൃത്യമായിട്ട് വരില്ലെങ്കിൽ ഏറെക്കുറെ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 10-15% വരുന്ന സവർണർക്ക് 50% സംവരണവും അവസരങ്ങളും, ബാക്കി എല്ലാവർക്കും കൂടി 50%. വളരെ പ്രകടമായ ഈ അന്യായം, ജാതീയമായിട്ടുള്ള ഈ അന്യായമാണ് വീണ്ടും ഈ ജാതി സെൻസസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സവർണ കക്ഷികളും, സമുദായ സംഘടനകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ ജാതി സെൻസസിനെ അതിശക്തമായിട്ട് എതിർക്കുന്നത്. അതേപടി അതിനെ എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് ശരിയായ ശാസ്ത്രീയമായിട്ട് നടത്തിയ സെൻസസ് ആയില്ല, ശാസ്ത്രീയമായി സെൻസസ് നടത്തണം എന്ന് പറഞ്ഞിട്ടൊരു വാദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇത്രയും കാലം സെൻസസേ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അത് നിവൃത്തിയില്ലാന്ന് വന്നപ്പോഴത്തേക്കും ശാസ്ത്രീയമായി നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയിരിക്കാം, ശാസ്ത്രീയമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ പൊതുചിത്രത്തിനൊരു മാറ്റം വരുന്നില്ല, നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കഴിവതും വേഗം ജാതി സെൻസസ് നടപ്പാക്കുക എന്നുള്ള ആവശ്യം ആണ് നമുക്ക് ഉന്നയിക്കേണ്ടത്. കേരളത്തിൽ വളരെ ബോധപൂർവം തന്നെ CPM തിരുത്തൽവാദികൾ, LDF സർക്കാർ ആ വിഷയത്തിൽ തീരുമാനമെടുക്കാതെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോക്ക ജാതിക്കാർക്ക്, അതായത് സവർണ വിഭാഗങ്ങൾക്ക്, അതിൽ ദരിദ്ര വിഭാഗങ്ങൾക്ക് എന്ന നിലയിൽ സംവരണം നൽകാൻ തിരക്കിട്ട് തീരുമാനമെടുത്ത ആൾക്കാർക്ക് ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? വളരെ വ്യക്തമായിട്ടും സവർണർക്കിടയിൽ അവർക്ക് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആ വോട്ട് അത് നഷ്ടപ്പെട്ടേക്കാമെന്നുള്ള ആശങ്കയാണ് അതിനെ തടഞ്ഞു നിർത്തുന്ന കാര്യം. കാരണം ആ ഒരു വിഭാഗത്തിൻ്റെ ഒരു ശതമാനം വോട്ടുണ്ടെങ്കിൽ മാത്രമാണ് തങ്ങൾക്ക് വ്യക്തമായൊരു ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ നിലയുറപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് അവരുടെ കണക്കൂട്ടൽ. അപ്പോൾ ആ സങ്കുചിതമായ താല്പര്യത്തെ മുൻനിർത്തി, ഫലത്തിൽ സവർണ മേധാവിത്വത്തിന് സേവിക്കുന്ന ആ താല്പര്യത്തെ മുൻനിർത്തി അവർ പ്രവർത്തിക്കുന്നു. അത് അവരുടെ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ മന്ത്രിമാരുടെ ജാതീയ പശ്ചാത്തലമൊക്കെ നോക്കിയാലും കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ വാസ്തവത്തിൽ സവർണാധിപത്യം എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം രൂപത്തിൽ, ഏതൊക്കെ രാഷ്ട്രീയ നിറങ്ങളിലൂടെ ആവർത്തിക്കപ്പെടുന്നു, പുതുസൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളിതിലൂടെയൊക്കെ തന്നെ കാണുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് സുപ്രീം കോടതിയുടെ ചില വിധികളുടെ വിഷയമാണ്. സുപ്രീം കോടതിയുടെ പല ജഡ്ജിമാരും കോടതിക്ക് പുറത്ത് ജനാധിപത്യ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഘോരം പ്രസംഗിക്കാൻ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള നിർണായക വിഷയങ്ങൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ അവിടെയൊന്നും ഈ പറയുന്ന ബോധം നമ്മൾ കാണാറില്ല. സമീപകാലത്തുണ്ടായിട്ടുള്ള പല വിധികളിലും ഇത് ആവർത്തിക്കുന്നതായിട്ട് കാണാം. ഏറ്റവും സമീപകാലത്തുണ്ടായ ഒന്നാണല്ലോ കാശ്മീരിൻ്റെ 370 വകുപ്പ് സംബന്ധിച്ചിട്ടുള്ള വിധി.
കാശ്മീരി ജനതയോട് തുടക്കം മുതലേ ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾ കാട്ടിയിരിക്കുന്ന നീതികേടിൻ്റെ, വഞ്ചനയുടെ ആ ചരിത്രത്തിൻ്റെ ഒരാവർത്തനം, അതിൻ്റെ ഒരു തുടർച്ച, ഒരു ആവർത്തനമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല വിധി. വളരെ വ്യക്തമായും എവിടെ നിൽക്കണം, ഇന്ത്യയിൽ നിൽക്കണോ അതല്ല പാകിസ്ഥാനിലേക്ക് പോകണോ അതല്ല സ്വതന്ത്ര രാജ്യമായിട്ട് തുടരണോ എന്നുള്ള കാര്യം ഒരു ഹിതപരിശോധനയുടെ അവർക്ക് തീരുമാനിക്കാം എന്ന ധാരണയോടുകൂടി മാത്രമാണ് അന്ന് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായത്. ഇത് വളരെ വ്യക്തമായ ചരിത്രമാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ചരിത്രമാണ്. അത് നിലനിൽക്കെ പിന്നീട് അതിനെ ലംഘിച്ചുകൊണ്ട് പടിപടിയായി കാശ്മീരിൻ്റേതായിട്ടുള്ള സവിശേഷമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഇല്ലാതാക്കി അതിനെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കീഴെ ഒതുക്കിയെടുക്കുന്ന ഒരു സമീപനമാണ് ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കാൻ വന്നാലും തുടർന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിലുള്ള ഭരണവർഗ്ഗങ്ങളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല, കാശ്മീരിലെ ഭരണവർഗ്ഗങ്ങൾ, നാഷണൽ കോൺഫറൻസ്, ഫറൂഖ് അബ്ദുള്ളയുടെയും കൂട്ടരുടെയും ഷെയ്ഖ് അബ്ദുള്ളയുടെയും കൂട്ടരുടെയും നാഷണൽ കോൺഫറൻസ് ആയാലും കൊള്ളാം, മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മെഹബൂബയുടെ ഒക്കെ തന്നെ പാർട്ടി ആയാലും കൊള്ളാം, എല്ലാവരും അതിൽ പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് നമ്മളിവിടെ സുപ്രീം കോടതിയുടെ വിധിയിലും കണ്ടിട്ടുള്ളത്. പക്ഷേ ആ വിധി അപകടകരമായ വേറൊരു കാര്യം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാശ്മീരിൻ്റെ സവിശേഷമായിട്ടുള്ള അധികാരങ്ങളും മറ്റൊക്കെ റദ്ദാക്കിക്കൊണ്ടുള്ള പാർലമെൻ്ററി നടപടി അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ജമ്മു കാശ്മീരിൻ്റെ ആ പദവി റദ്ദാക്കുകയും അതിനെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റുകയും ചെയ്തു, പാർലമെൻറ്റിൻ്റെ ഒരു വോട്ടോടുകൂടി. ഈ വിഷയത്തെക്കുറിച്ച് അത് ശരി ഭരണഘടനാപരമായൊരു നടപടിയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സുപ്രീം കോടതി കൃത്യമായിട്ടൊരു നിലപാട് തട്ടില്ല. അത് തെറ്റാണ്, അത് പാടില്ല, ഭരണഘടനാപരമല്ല എന്ന് പറയാനായിട്ട് തയ്യാറായിട്ടില്ല ഈ വിധിയിൽ. അങ്ങനെ വരുമ്പോൾ ഏത് സംസ്ഥാനത്തെയും ഇതേപോലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാനുള്ളൊരു സാധ്യതയ്ക്ക് ഇടം കൊടുത്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ 47-ന് ശേഷം, 47-ന് മുമ്പ് വിവിധ ദേശീയതകളുടെ ദേശീയ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവരെ കൂടി കൂട്ടി യോജിപ്പിക്കാനൊക്കെ ആയിട്ട് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാഷാദേശീയ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചത്. അങ്ങനെയാണ് KPCC, ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് ശേഷം 47-ന് ശേഷം അധികാര കൈമാറ്റത്തിന് ശേഷം കോൺഗ്രസ് കേന്ദ്ര ഭരണാധികാരികൾ നെഹ്റു ഉൾപ്പെടെ അതിൽ നിന്നും എല്ലാം പിൻവാങ്ങാൻ ശ്രമിച്ചു. അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം നല്ലതല്ല, അത് ദേശീയ ഐക്യത്തിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടുണ്ടായിരുന്ന അതേ ഭരണപരമായിട്ടുള്ള വേർതിരിവുകൾക്ക് നിലനിർത്തി പോകാനായിട്ടാണ് അവർ ശ്രമിച്ചത്. അതിശക്തമായ ജനകീയ പ്രക്ഷോഭമാണ് അതിനെ തടയുകയും പരാജയപ്പെടുത്തുകയും ചെയ്തത്. ആ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. അങ്ങനെയാണ് കേരളം 1956 രൂപം കൊള്ളുന്നത്. ചില പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് നീണ്ട സമരം ചെയ്യേണ്ടി വന്നു. ഉദാഹരണത്തിന് മഹാരാഷ്ട്ര 60-ന് ശേഷം മാത്രമാണ് മറാഠി ഭാഷ സംസാരിക്കുന്നൊരു സംസ്ഥാനം നൽകി രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ വേറെയും അനുഭവങ്ങളുണ്ട്, പഞ്ചാബിൻ്റെ അനുഭവമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്ത ഒരു ജനാധിപത്യ അവകാശമാണ് ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ. അതിനെ അട്ടിമറിക്കാനും ഒരു ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടൊരു സംസ്ഥാനത്തിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാനായിട്ട് കേന്ദ്രത്തിലുള്ള ഭരണവർഗ്ഗങ്ങളെ, അഖിലേന്ത്യാ ഭരണവർഗ്ഗങ്ങളെ അനുവദിക്കുന്ന, അതിനുള്ള വഴി തുറന്നിടുന്ന ഒരു നിലപാടാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം അപകടകരമായിട്ടൊരു നീക്കം തന്നെയാണത്. വരും കാലത്തിൽ അത് ഒരു വലിയൊരു വെല്ലുവിളിയായി ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്നത് യാതൊരു സംശയവുമില്ല. കാരണം പ്രത്യേകിച്ചും ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾ എക്കാലവും നേരിട്ടിരിക്കുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ദേശീയ സാമൂഹ്യ അടിത്തറ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾക്ക് തന്നെ ഒരു ബഹുദേശീയ സ്വഭാവമാണുള്ളത്. അപ്പോൾ ആ ഒരു ദൗർബല്യം അവരെപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ദേശീയ അടിസ്ഥാനത്തിൽ, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം, അങ്ങനെയുള്ള സംഘടനകൾ, അത്തരത്തിലുള്ള നീക്കങ്ങൾ, ഇതൊക്കെ തന്നെ തങ്ങളുടെ നിലനിൽപ്പിന് ആത്യന്തികമായി വെല്ലുവിളിയായിട്ടാണ്, അപകടമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയെങ്കിലും അതിനൊക്കെ ദുർബലപ്പെടുത്തുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ പല നയങ്ങളും നീക്കങ്ങളും ആ ദിശയിലാണ് നടപ്പാക്കുന്നത്. ഭാഷാപരമായിട്ടുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ മറ്റാരേക്കാളും മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടരാണ് ഇന്ന് അധികാരത്തിലുള്ളത്. സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള, അത് ചരട് വലിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന BJP. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവർണർമാരെ ഉപയോഗിച്ച് അത് കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ് സംസ്ഥാനങ്ങളത് ഇടപെടുന്നത് എന്നുള്ളതും, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ, സവിശേഷ അവകാശങ്ങളെ റദ്ദാക്കാനായിട്ട് എങ്ങനെയാണ് ഈ കേന്ദ്ര സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, അതിൻ്റെ ED ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം സുപ്രീം കോടതി കൂടി കാട്ടിയിരിക്കുന്ന ഈ പച്ചക്കൊടി കാട്ടിയിരിക്കുന്ന കാര്യം കൂടി ആകുമ്പോൾ അങ്ങേറ്റം അപകടകരമായൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉയർന്നു വരാൻ പോകുന്നു എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. വരും കാലത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ വീണ്ടും ജനാധിപത്യപരമായ അവകാശങ്ങൾ പണ്ട് ഭരണഘടനയിലൂടെ അല്ല, പ്രധാനമായിട്ടും മറിച്ച് തെരുവിലുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ജനങ്ങൾ നേടിയെടുത്തത്. ഇനിയും അതുതന്നെയാണ് വേണ്ടി വരിക. അപ്പോൾ അതിന് സജ്ജമാവുക, അതിൻ്റെ ആവശ്യകത തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അടിയന്തരവും പ്രസക്തവുമായ കാര്യം. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വിഷയങ്ങളായിട്ട് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. അവസാനിപ്പിക്കും മുമ്പ് പലസ്തീൻ്റെ കാര്യം ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. പലസ്തീൻ യുദ്ധം തുടങ്ങി ഇപ്പോൾ മാസം 3 ആകാൻ പോകുന്നു. അല്ല, 2 മാസമാകാൻ പോകുന്നു. ശരിയാ, 3 മാസമാകാൻ പോകുന്നു ജനുവരിയോടുകൂടി. ഏതാണ്ട് 30,000-ലേറെ പലസ്തീനുകളെയാണ് സയനിസ്റ്റ് ഭരണകൂടം ഇതിനകം കൊന്നിരിക്കുന്നത്. എണ്ണം ആശുപത്രിയിൽ മരിച്ചതായിട്ട് കണക്കിലെടുത്തിരിക്കുന്നത് 22,000, 23,000 മറ്റാണ്. ബോംബിട്ട അവശിഷ്ടങ്ങൾക്കടിയിൽ ഇപ്പോഴും വീണ്ടെടുക്കാൻ പറ്റാത്ത ശവശരീരങ്ങൾ വച്ചിട്ടാണ് ഈ ബാക്കി 7,000-ന് കണക്ക് വന്നിരിക്കുന്നത്. ഇത് ഗസയിൽ മാത്രം. അത് കൂടാതെ പശ്ചിമ തീരത്ത്, വെസ്റ്റ് ബാങ്കിലും മറ്റ് പ്രദേശങ്ങളും, അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഒരു 500-ലേറെ ആൾക്കാരെ കൊല്ലുന്നിട്ടുണ്ട്. നിരവധി ആയിരക്കണക്കിന് ആൾക്കാരെ തടവുകാരാക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭീകരമായ ഈ ആക്രമണം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകതലത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വശത്ത് മർദ്ദിതർക്കൊപ്പം നിൽക്കുന്ന ജനങ്ങൾ, മറുവശത്ത് സയനിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വവും അതിൻ്റെ പങ്കാളികളായിട്ടുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളും, ശിങ്കിടികളായിട്ടുള്ള ചുരുക്കം ചില രാജ്യങ്ങളും, പ്രത്യക്ഷത്തിൽ അതിനോടൊപ്പം നിൽക്കുന്നില്ലെങ്കിലും പരോക്ഷമായിട്ട് സയനിസ്റ്റുകളെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെയും തങ്ങളുടെ നിഷ്പക്ഷതയിലൂടെയോ അല്ലെങ്കിൽ നിസ്സംഗതയിലൂടെയോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലൂടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പല അറബ് ദല്ലാൾ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും. ഇതാണ് പൊതുവിൽ ലോകത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നൊരു കാര്യം. ഒരു പ്രത്യേകത നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. ഉക്രൈൻ യുദ്ധമായിട്ട് ഈ യുദ്ധത്തെ താരതമ്യം ചെയ്യുന്നു. റഷ്യൻ സാമ്രാജ്യത്വം ഉക്രൈനെ ആക്രമിച്ചപ്പോൾ യൂറോപ്പിൽ അത് വലിയ ചലനമുണ്ടാക്കി. പല യൂറോപ്യൻ രാജ്യങ്ങളിലും അതിശക്തമായ രീതിയിൽ റഷ്യൻ സാമ്രാജ്യത്വ വിരുദ്ധ വികാരം ഉയരുകയും യൂറോപ്യനായിട്ടുള്ള ഐക്യദാർഢ്യ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉയർന്നു വരികയുണ്ടായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വികാരമൊക്കെ തണുത്തു. കാരണം ആ യുദ്ധം യഥാർത്ഥത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ഒരു വശത്തും റഷ്യൻ സാമ്രാജ്യത്വം മറുവശത്തും തമ്മിൽ നടത്തുന്നൊരു യുദ്ധമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം കരുതിക്കൂട്ടിക്കൊണ്ട് തന്നെ ഉക്രൈനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നൊരു യുദ്ധമാണിത് എന്നുള്ള കാര്യം കൂടുതൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മുമ്പ് യുക്രൈൻ യുദ്ധം യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും സൃഷ്ടിച്ച തരത്തിലുള്ള സ്വീകാര്യത ഇന്ന് അതിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരെ മറിച്ച് പാലസ്തീൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പലസ്തീന് നേരെയുള്ള, സയനിസ്റ്റുകൾക്ക് നേരെയുള്ള പലസ്തീൻ പോരാളികളുടെ കടന്നാക്രമണവും തുടർന്ന് പ്രത്യാക്രമണമായിട്ട് തിരിച്ചിങ്ങോട്ടുള്ള സയനിസ്റ്റുകളുടെ കടന്നാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന 3 മാസമായി തുടരുന്ന യുദ്ധവും ലോക ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ചലനമുണ്ട്. അത് വളരെ വ്യക്തമായിട്ടും ഒരു മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് നേരെ ഒരു മർദ്ദക ഭരണകൂടം, ഒരു ചൂഷക ഭരണകൂടം സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയോടുകൂടി നടത്തുന്നൊരു യുദ്ധം എന്ന നിലയ്ക്ക് തന്നെയാണ് ലോക ജനത മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായ പിന്തുണ അതിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
പലതരത്തിലും ആ പിന്തുണ അടിച്ചമർത്താനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭരണകൂടങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പ്രചരണത്തിലൂടെയും സർക്കാർ എന്താ പറയുക ഭരണകൂട നയങ്ങളിലൂടെയൊക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതവർ വിജയിച്ചിട്ടില്ല. ആവർത്തിച്ചിട്ട് ബഹുജനങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ട്, പലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട്, അതിനെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ രീതികളും സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പലസ്തീനിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വളരെ ആവേശകരമായൊരു അന്തരീക്ഷമാണ്. അങ്ങേയറ്റത്തെ ഭീകരമായ ദുരിതപൂർണമായിട്ടുള്ള ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ലോക ജനത തങ്ങൾക്കൊപ്പമുണ്ട് എന്ന തിരിച്ചറിവ് അവർക്ക് നൽകിയിരിക്കുന്ന ആവേശവും ദൃഢതയും ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് തന്നെ പലസ്തീൻ ഐക്യദാർഢ്യ പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായിട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു.